ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ഹോസ്പിറ്റലിലാണ്. എനിക്ക് ചെറുതായിട്ട് ഡെങ്കി വന്നു. പക്ഷേ വിത്ത് ഗോഡ്സ് ഗ്രേസ് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ നല്ല ഓക്കെയാണ്. അപ്പം ഓക്കെ, ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് മെയിനായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, യു ആർ ബ്യൂട്ടിഫുൾ ദ വേ യു ആർ. നിങ്ങൾക്ക് ആക്ച്വലി ഒരു സ്കിൻ ട്രീറ്റ്മെൻറ്റോ ഒന്നും എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഏത് സ്കിന്നാണെങ്കിലും ഏത് ബോഡി ആണെങ്കിലും യു ആർ ബ്യൂട്ടിഫുൾ ദ വേ യു ആർ. ആദ്യം നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യണം, ഹാപ്പി ആവണം. പക്ഷേ ഇന്നത്തെ ടോപ്പിക്ക് അതുകൊണ്ടല്ല ഞാൻ കൺസിഡർ ചെയ്തത്. ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പം ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ചിന്തിക്കും ഇതൊന്ന് ചെയ്ത് നോക്കിയാലോ എന്ന്. അതുകൊണ്ടാണ് ഇന്ന് ഇതിനെക്കുറിച്ച് പറയാൻ വിചാരിക്കുന്നത്. ഇന്ന് വേറെ ഒന്നുമല്ല, ഗ്ലൂട്ടാത്തയോണിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളെല്ലാവരും ഇപ്പോൾ നന്നായി കേട്ടാണ് ഗ്ലൂട്ടാത്തയോൺ എന്താണെന്ന്. സോ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നതിന് മുന്നേ ആദ്യം നമുക്ക് വേറൊരു കാര്യം പറയാം. ആക്ച്വലി നമ്മൾ സ്കിന്നിന് ഈ കളറ് തരുന്നത് എന്താണ്? സ്കിന്നിന് ഈ കളർ തരുന്നത് മെലാനിൻ എന്ന് പറഞ്ഞ പിഗ്മെൻറ്റാണ്. ഈ പിഗ്മെൻറ്റ് കൂടിയ ആൾക്കാരിൽ ഇച്ചിരി ഡാർക്ക് കളറും കുറഞ്ഞ ആൾക്കാരിൽ കുറച്ച് ലൈറ്റ് കളറുമായിട്ട് നിൽക്കുന്നുണ്ട്. അതാണ് നമ്മൾ സ്കിൻ ടോണിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, മെലാനിൻ പ്രൊഡക്ഷൻ. അപ്പം ഒബ്വിയസ്ലി ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, മെലാനിൻ പ്രൊഡക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ 1 to 2 ടോൺ ലൈറ്റർ ആവും, 1 to 2 ഷെയ്ഡ് ലൈറ്റർ ആവാൻ ചാൻസ് ഉണ്ടെന്ന്. സോ ഇതിന് വേണ്ടിയാണ് ഇപ്പോൾ എല്ലാവരും ഗ്ലൂട്ടാത്തയോൺ അധികം യൂസ് ചെയ്യുന്നത്. സോ എന്താണ് ഗ്ലൂട്ടാത്തയോൺ? ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുമ്പോൾ അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ അത് ബോഡിയിൽ ഫ്രീ റാഡിക്കൽസിനെ റെഡ്യൂസ് ചെയ്യും. അതാണ് ആൻറ്റി ഓക്സിഡൻറ്റ്. സോ ഇത് ഫസ്റ്റ് എങ്ങനെ എടുത്തു തുടങ്ങിയത്? ഫസ്റ്റ് ക്രോണിക് ആയിട്ടുള്ള ആൽക്കഹോളിക്സ്, ഒത്തിരി കാലം ആൽക്കഹോൾസ് യൂസ് ചെയ്ത ആൾക്കാരിൽ ലിവർ ഡാമേജ് ആയപ്പം ആൻറ്റി ഓക്സിഡൻസ് കൊടുക്കുമ്പോൾ ലിവർ നന്നാവും, ഫ്രീ റാഡിക്കൽസിനെ റെഡ്യൂസ് ചെയ്തിട്ട്. അതിന് വേണ്ടിയാണ് നമ്മൾ ഗ്ലൂട്ടാത്തയോൺ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടേഴ്സ് നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്, ഈ ഗ്ലൂട്ടാത്തയോൺ IV കൊടുക്കുന്ന പേഷ്യൻസിന് സ്കിൻ ഒരു ബ്രൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇത് എന്തുകൊണ്ട് സ്കിൻ ബ്രൈറ്റനിങ്ങിന് യൂസ് ചെയ്തുകൂടാന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വന്നത്. പിന്നെ സോ ഇത് ഇപ്പോൾ സ്കിൻ ബ്രൈറ്റനിങ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഗ്ലൂട്ടാത്തയോൺ ഇതെങ്ങനെയൊക്കെ എടുക്കാം, 3 ഫോമിൽ എടുക്കാൻ പറ്റും. ഓറൽ, സ്പ്രേ ആയിട്ട് എടുക്കുക, പിന്നെ IV ആയിട്ട് എടുക്കുക. ഈ സ്പ്രേ ആയിട്ട് എടുക്കുന്നത് ടോപ്പിക്കലാണ്, അതായത് ക്രീം ഉണ്ടാവും. പക്ഷെ സ്കിന്നിൻ്റെ മേലുള്ള അബ്സോർപ്ഷൻ വളരെ കുറവാണ്. സോ ഈ ക്രീമായിട്ട്, സ്പ്രേ ആയിട്ട് അതൊക്കെ യൂസ് ചെയ്തിട്ട് വലിയ ഒരു ചേഞ്ച് വരാൻ ചാൻസ് ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓറലി എടുത്തു കഴിഞ്ഞാൽ സ്റ്റൊമക്കിൽ ഒത്തിരി ആസിഡൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മേ ബി ആ ആസിഡ്സ് ഗ്ലൂട്ടാത്തയോണിനെ നശിപ്പിച്ച് കളയും എന്നാണ് പറയുന്നത്. എന്നാലും കുറച്ച് ഓറൽ ഫോംസ് ഒക്കെ ഇപ്പം വരുന്നുണ്ട്. അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ചേഞ്ച് ഓരോ ആൾക്കാർക്ക് അനുസരിച്ചിരിക്കും. സോ നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല. പിന്നെ അടുത്തത് IV ആയിട്ട് യൂസ് ചെയ്യുന്നത്. IV ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ മന്ത്ലി അല്ലെങ്കിൽ ഒരു വൺസ് ഇൻ 6 months or 3 months നമ്മൾ എടുത്തുകൊണ്ടേ ഇരിക്കണം. ആൻഡ് അതിന് ഏറ്റവും വലിയ ചോദ്യമാണ്, ഈ റിസൾട്ട്സ് പെർമനൻ്റ് ആണോ? അല്ല, ഈ റിസൾട്ട്സ് ഒരിക്കലും പെർമനൻ്റ് അല്ല. നിങ്ങൾ എപ്പോൾ ഗ്ലൂട്ടാത്തയോൺ സ്റ്റോപ്പ് ചെയ്യുന്നോ നിങ്ങൾ പഴയ ഷെയ്ഡിലേക്ക് വരുന്നതായിരിക്കും, സൺ ഡാമേജും എല്ലാം കാരണം. സോ ഇത് ഒരിക്കലും പെർമനൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ നിങ്ങൾ ഇത് എടുക്കാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഓറലി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് ഏതെങ്കിലും അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടി അലോങ് വിത്ത് വൈറ്റമിൻ സിയോ അങ്ങനെ എന്തെങ്കിലും ഉള്ളത് മാത്രം എടുക്കാൻ ശ്രമിക്കുക.